അടുത്ത വാർത്തയിലേക്ക് പോയാൽ കോഴിക്കോട് കോടതി ഉത്തരവ് മറികടന്ന് ജീവനക്കാരെ പിരിച്ചുവിട്ടതായി പരാതി. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ താൽക്കാലിക ജീവനക്കാരെയാണ് മുന്നറിയിപ്പില്ലാതെ പിരിച്ചുവിട്ടത്. പബ് ഓപ്പറേറ്റർ, ലിഫ്റ്റ് ഓപ്പറേറ്റർ, റെസ്റ്റ് ഹൌസ് വാച്ചർ എന്നീ തസ്തികയിലെ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടത്. ഹൈക്കോടതി ജീവനക്കാരെ പിരിച്ചുവിടരുതെന്ന് കാണിച്ച് ഇടക്കാല ഉത്തരവിറക്കിയിരുന്നു. കോടതി ഉത്തരവ് ലഭിച്ചിട്ടില്ലെന്നാണ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ വിശദീകരണം. പ്രതികരണം കാണാം. ജൂലൈ മാസം 2-ാം തീയതി ഞങ്ങൾ കൊടുത്ത അപേക്ഷയുടെ ഭാഗമായിട്ട് ട്രൈബ്യൂണലിന്റെ വിധി ഞങ്ങൾക്ക് അനുകൂലമായി ഞങ്ങളെ പിരിച്ചുവിടരുതെന്നും അതോടൊപ്പം തന്നെ മറ്റു താൽക്കാലിക ജീവനക്കാരെ എന്ത് ചെയ്യരുതെന്നും അവിടെ താൽക്കാലികമായി നിയമിക്കരുത് എന്നും കൃത്യമായ ഓർഡർ നിലനിൽക്കുമ്പോഴും ഉദ്യോഗസ്ഥരെ ഞങ്ങൾ അവിടെ തുടരാൻ അനുവദിക്കുകയോ ഞങ്ങളെ ജോലി ചെയ്യാൻ അനുവദിക്കുകയോ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഞങ്ങളോട് പറയുന്നത് മുകളിൽ നിന്നുള്ള പൊളിറ്റിക്കൽ പ്രഷറുണ്ട്, ഞങ്ങൾക്ക് നിങ്ങളവിടെ നിലനിർത്താൻ കഴിയില്ല. ഞങ്ങളോട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, MP-യുടെ ഓഫീസിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഞങ്ങൾക്ക് പ്രഷർ വരുന്നത്, ഞങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. ഷഹദ്റഹ്മാൻ ചേരുന്നു. ഷഹദ, ഒരു മുന്നറിയിപ്പും ലഭിക്കാതെ പണി പോയവരാണ്, അവരുടെ പരാതിയാണ് കേൾക്കുന്നത്, അതും കോടതിയുടെ ഒരു ഉത്തരവ് പോലും മാനിക്കാതെ. റോഷ്നി, 15ഓളം ആളുകളാണ് കോടതിയെ സമീപിച്ചിട്ടുണ്ടായിരുന്നത്. അവർക്കാണ് ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചു എന്ന ഈ ജീവനക്കാർ തന്നെ അവകാശപ്പെടുന്നത്. അതിന്റെ രേഖകളും അവരുടെ കൈവശമുണ്ട്. പൊതുമരാമത്ത് വകുപ്പിന് കീഴിലെ താൽക്കാലിക ജീവനക്കാരാണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. പമ്പ് ഓപ്പറേറ്റർ, ഒപ്പം തന്നെ ലിഫ്റ്റ് ഓപ്പറേറ്റർ, ഹൗസ് വാച്ചർ എന്നീ തസ്തികയിലെ ജീവനക്കാരെയാണ് പിരിച്ചുവിട്ടിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മൾ കഴിഞ്ഞ ദിവസം ഇതിൽ ഉദ്യോഗസ്ഥരെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെയാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ആ വിളിച്ച സമയത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പറഞ്ഞത് ഇവരെ ഒന്നും നിയമിച്ചത് രേഖാമൂലമല്ല. അതായത് ഇവരെ നിയമിച്ച സമയത്ത് അങ്ങനെ രേഖാമൂലമുള്ള യാതൊരുവിധ നടപടിക്രമങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് പിരിച്ചുവിടുന്ന സമയത്തും അത്തരത്തിൽ രേഖാമൂലമുള്ള നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതില്ല. അവിടെയാണ് പ്രശ്നം വന്നത്. അത് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ്.